റോഡിൽ ആക്സിഡൻ്റായി കിടന്ന ഈ താറാവിനെ കൊണ്ടുപോയി അതിനെ മരുന്ന് വെച്ച് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത ഈ നായിൻ്റെ മോൻ പൂച്ച അവസാനം അതിനെ കറിവെച്ച് കൊല്ലുമ്പോൾ നമ്മളുണ്ടല്ലോ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇമോഷണലി ഡാമേജ് ആവും. അങ്ങനെ ഒരു AI പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ഈ പൂച്ചയെ 100 നില പൊക്കത്തിൽ നിന്നും താഴെ ഇടുന്ന വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് എഴുതി വെച്ചപ്പോഴാണ് ഞാൻ ആ ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞത്. 32 നില കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴെ വീണിട്ടും ഒരു പൂച്ച സർവൈവ് ചെയ്തിട്ടുണ്ട്. ആ പേപ്പറിൽ പറയുന്നത് 7 നില പൊക്കത്തിൽ നിന്ന് വീഴുന്ന പൂച്ചയേക്കാൾ രക്ഷപ്പെടാൻ ഒരുപക്ഷെ സാധ്യത കൂടുതൽ 32 നില പൊക്കത്തിൽ നിന്ന് വീഴുന്ന പൂച്ചയ്ക്കായിരിക്കാമെന്നതാണ്. എൻ്റെ അന്വേഷണം ചെന്ന് നിന്നത് ടെർമിനൽ വെലോസിറ്റിയുടെ ഈ ഇക്വേഷനിലാണ്. ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നട്ടലുള്ള പൂച്ചയുണ്ടല്ലോ, മുൻകാലുകൾ തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിൻകാലുകൾ തിരിച്ച് ആംഗുലർ മൊമെന്റത്തെ കൺസർവ് ചെയ്തുകൊണ്ട് എക്സ്റ്റേണൽ ടോർക്കിന്റെ സഹായമില്ലാതെ മിഡ് എയറിൽ ബോഡി ഓറിയന്റ് ചെയ്ത് 4 കാലിൽ വീഴും. പക്ഷേ 7 നിലയുടെ മുകളിൽ നിന്ന് വീഴുന്ന പൂച്ച 4 കാലിൽ പേടിച്ച് വിറച്ചിങ്ങനെ കൂനിക്കൂടിയായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് പൂച്ചയുടെ എയറുമായി കോണ്ടാക്റ്റിൽ വരുന്ന ബോഡിയുടെ സർഫസ് ഏരിയ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡ്രാഗ് കോഎഫിഷ്യന്റ് കുറയും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ച് 7 നില പൊക്കത്തിൽ നിന്ന് വീഴുന്ന പൂച്ചയുടെ ടെർമിനൽ വെലോസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനുണ്ടാകുന്ന ഇമ്പാക്റ്റും കൂടുതലായിരിക്കും. അതേസമയം 32 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീഴുന്ന പൂച്ച ആദ്യത്തെ ഒരു 5-6 നിലയാകുമ്പോഴേക്കും അതിൻ്റെ ടെർമിനൽ വെലോസിറ്റിയിലേക്ക് എത്തും. അപ്പോൾ ടെർമിനൽ വെലോസിറ്റിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ അതിന് ആക്സിലറേഷൻ ഉണ്ടാവില്ല. അപ്പം പൂച്ച കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ റിലാക്സ്ഡ് ആകുന്ന സമയത്ത് പൂച്ച ഈ 4 കാലുകളും സ്ട്രെച്ച് ചെയ്ത് പാരഷൂട്ട് പോലെ ആയിരിക്കും വരിക. അപ്പോൾ പൂച്ചയുടെ എയറുമായി കോണ്ടാക്റ്റിൽ വരുന്ന ശരീരത്തിന്റെ സർഫസ് ഏരിയ ഇവിടെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഡ്രാഗ് കോഎഫിഷ്യന്റും ഇവിടെ കൂടുതലായിരിക്കും. പൂച്ചയുടെ ടെർമിനൽ വെലോസിറ്റി കുറവായിരിക്കും. അതായത് 7 നില പൊക്കത്തിൽ നിന്ന് വീഴുന്ന പൂച്ചയുടെ ടെർമിനൽ വെലോസിറ്റിയേക്കാൾ കുറവായിരിക്കും 32 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീഴുന്ന പൂച്ചയുടെ. അതുകൊണ്ടാണ് ആ പൂച്ച സർവൈവ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞത്.